കഥ തുടങ്ങുന്നത് പാണ്ഡവരുടെ നഗരമായ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നാണ്. ശില്പകലയുടെ അത്ഭുതമായ ഇന്ദ്രപ്രസ്ഥത്തിൽ അവിടെ മായ നിർമ്മിച്ച മായാസഭ. വെള്ളം പോലെ തോന്നിക്കുന്ന അതിൽ പലരും വഴുതി വീഴും. തറ പോലെ തോന്നിക്കുന്നിടത്ത് വെള്ളമാണെന്ന് അറിയാതെ പലരും വസ്ത്രം ഉയർത്തുന്നു. ദുര്യോധനനും അമ്മാവൻ ശകുനിയും ഈ കാഴ്ചകൾ കാണാനെത്തുന്നു. മായസഭയുടെ കാഴ്ചകൾ ദുര്യോധനെ അമ്പരിപ്പിക്കുന്നു. തറയാണെന്ന് കരുതി മുന്നോട്ട് നടന്ന ദുര്യോധനൻ വെള്ളത്തിൽ ഉടനെ വീഴുന്നു. ക്ഷീണിച്ചും നനഞ്ഞും ദുര്യോധനൻ തിരികെ നടക്കുമ്പോൾ അടുത്തത് ഒരു തറയായിരുന്നു. വെള്ളമാണെന്ന് കരുതി അദ്ദേഹം വസ്ത്രം ഉയർത്തിപ്പിടിച്ചാണ്. ഈ സഭയുടെ കോണിൽ നിൽക്കുകയായിരുന്ന പാഞ്ചാലി അഥവാ ദ്രൗപദി ഈ കാഴ്ച കണ്ട് അറിയാതെ പൊട്ടിച്ചിരിക്കുന്നു. ദ്രൗപദി ഉടനെ ദുര്യോധനൻ നോക്കി ഇങ്ങനെ പറഞ്ഞു, കഷ്ടം, കണ്ണുള്ളവർക്ക് പോലും ഇവിടെ വഴിതെറ്റുന്നു. കണ്ണില്ലാത്ത അച്ഛന്റെ മകനും കണ്ണില്ലാതെ പോയല്ലോ. ഈ വാക്കുകൾ ഒരു വെടിയുണ്ട പോലെ ദുര്യോധന്റെ മനസ്സിൽ തറയ്ക്കുന്നു. അദ്ദേഹം രോഷം കടിച്ചമർത്തി മടങ്ങിപ്പോകുന്നു. ഈ ഒരൊറ്റ ചിരിയും വാക്കും ദുര്യോധന്റെ മനസ്സിൽ അഗ്നിയായി ആളിക്കത്തി. ഇന്ദ്രപ്രസ്ഥത്തിന്റെ പ്രൗഢിയും പാണ്ഡവരുടെ ഐശ്വര്യവും ദ്രൗപദിയുടെ ആ പരിഹാസവും അദ്ദേഹത്തെ ഉറക്കമില്ലാത്തവനാക്കി. അന്നേ ദിവസം തൊട്ട് പാണ്ഡവരെ തകർക്കാൻ അദ്ദേഹം പ്രതിജ്ഞ എടുത്തു. ഹസ്തിനപുരി ദുര്യോധന്റെ ഒരു അന്തപുരത്തിൽ ദുര്യോധൻ തന്റെ അമ്മാവനായ ശകുനിയോട് പക തീർക്കാൻ വഴിക കാണിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ശകുനി, എന്റെ പ്രിയപ്പെട്ട ദുര്യോധന, പാണ്ഡവരെ യുദ്ധം കൊണ്ട് തോൽപ്പിക്കാനാവില്ലെന്ന് പറയുന്നു. പക്ഷേ യുധിഷ്ഠിരന് ചൂതുകളിയുടെ ക്രമം നമുക്കറിയാമല്ലോ. ചൂതുകൊണ്ട് അവനെ തോൽപ്പിക്കാം. ഞാൻ എന്റെ കയ്യിലെ മന്ത്രദണ്ഡ് എറിയുമ്പോൾ നിനക്ക് വേണ്ടി ഞാൻ ജയിച്ചോളാം. നീ അവനെ കളിക്ക് ക്ഷണിച്ചാൽ മാത്രം മതി. ദുര്യോധന ഉടൻ തന്നെ അച്ഛനായ ധൃതരാഷ്ട്രയുടെ അടുത്തെത്തി സമ്മർദ്ദം ചെലുത്തി. പുത്രവാത്സല്യം കാരണം ധൃതരാഷ്ട്രർ ഈ ക്ഷണം തള്ളിക്കളയാനായില്ല. ഉദിരരെ പോലുള്ള ധർമ്മജ്ഞർ ഇത് ആപത്താണെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും രാജാവ് വഴങ്ങി. വേറൊന്നുമല്ല, പുത്രവാത്സല്യം തന്നെ. അടുത്തെന്ന് പറയുന്നത് ദുര്യോധനൻ, കർണൻ, ശകുനി എന്നിവർ ഒരു വശത്തിരിക്കുന്നു. അടുത്ത വശത്ത് യുധിഷ്ഠിരന്റെ നേതൃത്വത്തിൽ പാണ്ഡവർ മറുവശത്ത് ഇരിക്കുന്നു. അവരങ്ങനെ കളി ആരംഭിക്കുന്നു. ഹസ്തിനപുരിയിലെ സഭാംഗങ്ങൾ ഭയത്തോടെ ഈ രംഗം വീക്ഷിക്കുന്നു. അങ്ങനെ കളി ആരംഭിക്കുന്നു. ആദ്യമൊക്കെ യുധിഷ്ഠിരൻ സ്വന്തം ധനവും രത്നങ്ങളും പണയം വെച്ച് കളിക്കുന്നു. ശകുനി ഓരോന്നും അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് അനായാസം നേടുന്നു. അതുപോലെ കളി മുന്നോട്ട് പോകുന്തോറും യുധിഷ്ഠിരൻ ഭ്രമത്തിലാകുന്നു. രാജ്യത്തിന്റെ ഖജനാവ്, ആനകൾ, തേരുകൾ, പടയാളികൾ എല്ലാം നഷ്ടമായി. ഒടുവിൽ പണയം വയ്ക്കാൻ ഒന്നുമില്ലാതായപ്പോൾ അദ്ദേഹം സഹോദരങ്ങളെ പണയം വെച്ച് തോൽപ്പിക്കുന്നു. ഭീമനും അർജുനനും നകുലനും സഹദേവനും ഇപ്പോൾ കൗരവരുടെ അടിമകളായി മാറിയിരിക്കുന്നു. ദുര്യോധനൻ അട്ടഹസിക്കുന്നു. എന്നിട്ട് യുധിഷ്ഠിരനോട് ഇങ്ങനെ പറയുന്നു, നിനക്കിനി ഒന്നുമില്ല, നിന്റെ സഹോദരങ്ങൾ പോലും അടിമകളായില്ലേ, നീ ഒരു പാപ്പരായി എന്ന് നമ്മുടെ യുധിഷ്ഠിരന്റെ മുഖത്ത് നോക്കി ദുര്യോധനൻ പറയുകയാണ്. ഹസ്തിനപുരിയെ സഭ മൊത്തം ഒരു ശാന്തമായിട്ട് നിശ്ചലമായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ദുര്യോധനൻ യുധിഷ്ഠിരനോട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ പ്രിയ ഭാര്യ ദ്രൗപദി മാത്രം ഇനിയുണ്ട്. നീ അവളെ പണയം വെച്ചാൽ ഒരു പക്ഷേ നിനക്ക് ഇതെല്ലാം തിരികെ നേടാം. ഈ വാക്ക് കേട്ടപ്പോൾ സഭയിൽ നിശബ്ദത തളം കിട്ടി. വൃദ്ധനായ ഭീഷ്മർ പോലും ഞെട്ടിത്തെരിച്ചു എന്നാണ് പറയുന്നത്. യുധിഷ്ഠിരന്റെ മുഖം ദയനീയമായിരുന്നു. ചൂതുകളിയുടെ ഭ്രമം അദ്ദേഹത്തിന്റെ ധർമ്മബോധത്തെ മൂടിയിരുന്നു. സഭയിലെ എല്ലാവരുടെയും കണ്ണുകൾ അദ്ദേഹത്തിന്റെ ആ മറുപടിക്കായി കാത്തിരുന്നു. യുധിഷ്ഠിരൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ഞാൻ പാഞ്ചാലി പണയം വയ്ക്കുന്നുവെന്ന് അവരോട് പറയുന്നു. ശകുനി ചിരിച്ചുകൊണ്ട് പകിടേറുന്നു. എന്നിട്ട് ആ പകിട ശകുനിക്ക് വിജയിക്കുന്ന രീതിയിലായി മാറുകയും ചെയ്തു. അങ്ങനെ ശകുനി പറയുന്നു, ഞാൻ വിജയിച്ചു. ദ്രൗപദി ഇപ്പോൾ കൗരവരുടെ അടിമയാണ് എന്ന് മനസ്സിലാക്കിയ ദുര്യോധനൻ ആഹ്ലാദത്തെ തുള്ളിച്ചാടും. ദുര്യോധനൻ ദുശാസനോട് ഇങ്ങനെ പറഞ്ഞു, ദുശാസന, പാണ്ഡവരുടെ ധർമ്മപത്നിയെ, നമ്മുടെ ദാസിയെ ഉടൻ തന്നെ മുറിയിൽ പിടിച്ച് വലിച്ചഴിച്ച് ഈ സഭയിലേക്ക് കൊണ്ടുവരിക. ദുശാസനൻ ദ്രൗപദിയുടെ വാസസ്ഥലത്തേക്ക് ഓടുന്നു. അന്ന് ദ്രൗപദി ആർത്തവം എടുത്തതിനാൽ ഒറ്റ വസ്ത്രം മാത്രം ധരിച്ചാണ് അവിടെ ഇരുന്നത്. ആ അശുദ്ധ അന്തരീക്ഷത്തിൽ കഴിയുകയായിരുന്നു എന്നാണ് പറയുന്നത്. ദ്രൗപദി കണ്ടതും ദുശാസനൻ അവളെ ബലമായി മുടിയിൽ പിടിച്ച് വലിച്ചഴിച്ച് ഹസ്തിനപുരിയുടെ വലിയ സഭയിലേക്ക് കൊണ്ടുവരാം. ദ്രൗപദി ഉടനെ തന്നെ, ദുഷ്ട, എന്നെ വിടുക, ഞാൻ ഇപ്പോൾ ശുദ്ധിയല്ല, ഈ സഭയിലേക്ക് വരാൻ എനിക്ക് കഴിയില്ല. ദുശാസനൻ ക്രൂരമായി ചിരിച്ചുകൊണ്ട്, നീ ഇപ്പോൾ ഒരു ദാസിയാണ്, ദാസിക്ക് എന്ത് ശുദ്ധി? ദ്രൗപദി നിലവിളിച്ചുകൊണ്ട് സഭയിലേക്ക് വലിച്ചിഴക്കപ്പെട്ടുകൊണ്ടാണ് സഭയിലേക്ക് ദുശാസനൻ ദ്രൗപദിയെ കൊണ്ടുവന്നത്. സഭയുടെ ഒത്ത നടുവിൽ ഭർത്താക്കന്മാർ അടിമകളായി തലകുനിച്ചിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ദ്രൗപദി എല്ലാവരോടുമായി ഒരു ചോദ്യം ചോദിക്കുന്നു. യുധിഷ്ഠിരൻ സ്വയം അടിമയായ ശേഷം അദ്ദേഹത്തിന് എന്നെ പണയം വയ്ക്കാൻ ധാർമ്മികമായ അവകാശമുണ്ടോ? അദ്ദേഹം സ്വയം നഷ്ടപ്പെട്ടില്ലേ? ഈ സഭയിലെ ധർമ്മത്തിന് മറുപടി പറയുമെന്ന് ദ്രൗപദി എല്ലാവരോടുമായിട്ട് ചോദിക്കുന്നു. ഭീഷ്മർ, ദ്രോണർ, കൃപാചാര്യർ എല്ലാവരും തലകുനിച്ചിരുന്നു. ധർമ്മസങ്കടം അവരെ നിശബ്ദരാക്കി. പക്ഷെ അതിനകത്ത് കൗരവരുടെ കൂട്ടത്തിൽ അവരുടെ അനുജനായിട്ടുള്ള വികർണൻ എന്ന പേരുള്ള ഒരാൾ മാത്രം എഴുന്നേറ്റ് നിന്നിട്ട്, ഇത് അധർമ്മമാണ്, ഒരു സ്ത്രീയെ പണയം വെച്ചത് തന്നെ തെറ്റാണ്, ഈ സഭ ഇതിനെ അപലപിക്കണം എന്ന് വിളിച്ചു പറയുന്നു. പക്ഷേ ഇതിനകത്തെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കർണൻ ഒരു ക്രൂരമായ വാക്കുകൾ വികർണന്റെ നേരെ എടുക്കുന്നു. വികർണനെ അദ്ദേഹം നിശബ്ദനാക്കി. എന്നിട്ട് കർണൻ ഇങ്ങനെ പറയുകയാണ്, അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ട്. അപ്പോൾ അവൾ ധാർമ്മികമായ ഒരു വേശ്യയെ പോലെയാണ്, അവളെ അടിമയെ പോലെ കൈകാര്യം ചെയ്യുന്നത് തെറ്റില്ല. ഈ വാക്കുകൾ ദ്രൗപദിയെ തകർത്തു കളഞ്ഞു.
ദുര്യോധനൻ വീണ്ടും ദുശാസനോട് ആജ്ഞാപിക്കുന്നു. ദുശാസന, ഇവിടെ ഈ വസ്ത്രം അഴിച്ചു മാറ്റുക, ഈ പാണ്ഡവരുടെ ദാരിദ്ര്യം സഭ കാണട്ടെ എന്ന് തന്നെ ദുര്യോധനൻ ദുശാസനോട് പറയുകയാണ്. ദുശാസനൻ ദ്രൗപദിയുടെ വസ്ത്രം വലിച്ചു പറിക്കാൻ ഇങ്ങനെ തുടങ്ങുന്നു. ദ്രൗപദി ഭർത്താക്കന്മാരെ ഇങ്ങനെ ദയനീയമായി നോക്കും. അവർക്കൊന്നും ചെയ്യാനാവുന്നില്ല. അവൾ നിലവിളിച്ചു കരയുന്നു. അവസാനം ദ്രൗപദി ഒരു പ്രാർത്ഥനയിൽ അമരുകയാണ്. ദ്രൗപദിയുടെ കണ്ണുകളടച്ച് കൈകൾ രണ്ടു ഉയർത്തി ലോകനാഥനായ ശ്രീകൃഷ്ണനെ ഉള്ളിൽ വിളിക്കുന്നു. ദ്രൗപദി, കൃഷ്ണ, ഗോവിന്ദ, നിസ്സഹായ എന്നെ രക്ഷിക്കാൻ ഈ ലോകത്ത് നീ മാത്രമേ ഉള്ളൂ, എന്റെ മാനം കാക്കുകയെ രക്ഷിക്കണേ എന്ന് അവൾ നിസ്സഹായിട്ട് കൃഷ്ണനോട് അഭയം തേടുകയാണ് ഉണ്ടായത്. ദുശാസൻ ഈ ദ്രൗപദിയുടെ വസ്ത്രം വലിച്ചു നീക്കുമ്പോൾ ഓരോ ഇഴയ്ക്ക് പിന്നാലെ അതേ നിറത്തിലുള്ള പുതിയ വസ്ത്രങ്ങൾ അത്ഭുതകരമായി പ്രത്യക്ഷപ്പെടുന്നു. ദുശാസൻ ഇങ്ങനെ വസ്ത്രങ്ങൾ വലിച്ചഴിച്ചുകൊണ്ടിരുന്നു. സഭയിൽ വസ്ത്രങ്ങളുടെ കൂമ്പാരം ഉയർന്നു വസ്ത്രം തീരുന്നില്ല. ആ ഒരു അവസ്ഥയിലോട്ട് മാറുകയാണ് ഉണ്ടായത്. വലിച്ചു തള്ളുന്ന ദുശാസനൻ കിതച്ചുകൊണ്ട് നിലത്ത് വീഴുന്നു. എന്നിട്ട് ദ്രൗപദിക്ക് ചുറ്റും വസ്ത്രങ്ങളുടെ ഒരു കോട്ട തന്നെ ഉയർന്നു. ആ സഭയിൽ എല്ലാവരും ഭയഭക്തിയോടെ എഴുന്നേറ്റ് നിന്നു. ശ്രീകൃഷ്ണൻ ദ്രൗപദിയുടെ മാനം കാത്തു എന്ന് പലർക്കും മനസ്സിലായി. പക്ഷെ കൗരവർക്കൊന്നും മനസ്സിലായിട്ടില്ല. ബാക്കി ഈ ഭീഷ്മരെ പോലത്തുള്ളതെല്ലാം മനസ്സിലായി. ഇത് ശ്രീകൃഷ്ണനാണ് ചെയ്തത്, ശ്രീകൃഷ്ണന്റെ മായയാണെന്ന് മനസ്സിലായി. ദുശാസനം തളർന്നു വീണപ്പോൾ ഭീമന്റെ ഒരു രോഷം അങ്ങ് അണപൊട്ടുകയാണ് ഉണ്ടായത്. ഭീമൻ, ഇന്ന് ഈ സഭയെ വെച്ച് എന്റെ ഭാര്യ അപമാനിച്ച ദുഷ്ട ഞാൻ സത്യം ചെയ്യുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ നിന്റെ തെച്ചു പുലർന്ന് ആ ചുടുചോര ഞാൻ കുടിച്ചിരിക്കും. അതുപോലെ ദുര്യോധന, നീ അപമാനിച്ച ഈ തുട ഞാൻ ഗത കൊണ്ട് തകർത്തെറിഞ്ഞിരിക്കും. ദ്രൗപദി അഴിഞ്ഞുപോയ മുടിയിടകൾ വാരിക്കെട്ടി ഭീകരമായ ഒരു ശബ്ദവും കൂടി അവർ ചെയ്യുന്നുണ്ട്. ദ്രൗപദി ഈ ശബ്ദമാണ് ഹസ്തിനപുര സഭയെ വെച്ച് ചെയ്തത്. ഇന്ന് ഈ സഭയെ വെച്ച് എന്റെ ഈ മുടിയിടകളെ പിടിച്ചു വലിച്ചഴിച്ച ദുശാസനന്റെ രക്തം കൊണ്ട് കഴുകിയ ശേഷം മാത്രമേ ഞാൻ ഈ മുടി കെട്ടുകയുള്ളൂ. അതുവരെ ഈ മുടി അഴിഞ്ഞു കിടക്കുമെന്ന് അവരൊരു ശബ്ദം കൊടുക്കുകയും ചെയ്തു. ഈ ശബ്ദങ്ങൾ കേട്ട അവിടെ നിന്ന് സഭ മൊത്തത്തിൽ ഒരു ഞെട്ടിവിറച്ചു. നമ്മൾ ആലോചിക്കുന്നു, നമ്മുടെ പാർലമെന്റിലാണ് ഒരു സ്ത്രീയെ കൊണ്ടുപോയി വസ്ത്രാഭിഷേകം നടത്തുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ചു. അതുപോലെയാണ് ഹസ്തിനപുരത്തിലെ സഭയെ കൊണ്ടുപോയിട്ട് ഒരു സ്ത്രീയുടെ വസ്ത്രാഭിഷേകം നടത്തിയത് നമ്മൾ ആലോചിച്ചു. ഈ ദാരുണമായ സംഭവം ഒരു വലിയ യുദ്ധത്തിന്റെ തുടക്കമാണെന്ന് ധൃതരാഷ്ട്രർക്ക് മനസ്സിലായി. ഭയവികലനായ അദ്ദേഹം പാണ്ഡവരെയും ദ്രൗപദിയും അടിമത്തിൽ നിന്ന് മോചിപ്പിച്ചു. എന്നാൽ ദുര്യോധനന്റെ നിർബന്ധം കാരണം രണ്ടാമതും ഒരു ചൂത് കളിക്കുകയുണ്ടായി. അതിൽ തോറ്റ പാണ്ഡവർ 12 വർഷത്തെ വനവാസത്തിനും 1 വർഷത്തെ അജ്ഞാതവാസത്തിനും പോകേണ്ടി വരികയാണ് ചെയ്തു. പാഞ്ചാലിയുടെ ഈ അപമാനം, പാണ്ഡവരുടെ ഈ പ്രതിജ്ഞകൾ പിന്നീട് കുരിശുദ്ധത്തിന്റെ മുഖ്യ കാരണങ്ങളിൽ ഒന്നായി മാറി. ദ്രൗപദിയുടെ കണ്ണീർ നീതിക്ക് വേണ്ടിയുള്ള ഒരു യുദ്ധത്തിന്റെ തീജാലയെ പടർന്നു കയറുകയായിരുന്നു ഉണ്ടായത്. അപ്പൊ ഇത്രയുമാണ് പാഞ്ചാലി വസ്ത്രാഭിഷേകത്തിന്റെ കഥ. അപ്പം നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ടിനെ അറിയിക്കുക. പുതിയ കഥകൾ വേണമെങ്കിൽ ആ കഥ എന്നെ കൊണ്ട് പറ്റുന്നതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരാം.